അഡ്വക്കേറ്റ് ശങ്കു, പ്രതീക്ഷ ക്യാപ്സ്യൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ഈ സംവാദം കാണുന്ന ചിലരുടെ കമൻറ്റുകൾ അതിലേക്ക് സൂചന നൽകുന്നു. അതായത് ഈ മേൽക്കോടതി ഈ വിധി എഴുതിയ ജഡ്ജിയുടെ മാനസിക നില പരിശോധിക്കാൻ പറയും. മാത്രമല്ല, തൂക്കിയാലും തുറുങ്കിലടച്ചാലും പറയേണ്ടത് പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഈ തീവ്രവാദ സംഘടനയെ PFIയെ നിരോധിച്ചെങ്കിലും ഇപ്പോഴും അവർക്ക് പല കോണുകളിൽ നിന്നും കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടല്ലേ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും, ആ ഒരു ആത്മധൈര്യം ഇവർക്ക് നൽകുന്നതും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. PFI നിരോധിച്ചതുകൊണ്ട് PFIക്കാർ മുഴുവൻ ഇല്ലാണ്ടായിട്ടൊന്നുമില്ലല്ലോ. ഒരു പല സംഘടനകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിങ്ങൾ പറയുന്നു കമന്റുകൾ വന്നു തുടങ്ങിയത് 8:30 ഉള്ളൂ, അതുകൊണ്ടാണ് കമന്റുകൾ കുറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു 9:30-ക്ക് ശേഷമാണ് ഇത് വരേണ്ടത്. കാരണം നിലവിൽ ഈ സമയത്തൊക്കെ ഇവർ മറ്റു സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇവര് സാധാരണ പഴയ PFI യൂണിഫോമിലേക്ക് കയറാൻ ഒരു 9:30 മണി കഴിയാറുണ്ട് സാധാരണ. അത് കഴിഞ്ഞാൽ യൂട്യൂബിലെ കമന്റുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് അത് നോക്കിക്കോളൂ. അതായത് ശിക്ഷിച്ചാലും വധശിക്ഷ വിധിച്ചാലും കോടതി എന്ത് പറഞ്ഞാലും ഞങ്ങൾ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. ഇവർക്ക് പറയാനുള്ളത് എന്താണ്? ഇവർക്ക് പറയാനുള്ളതാണ് നമ്മൾ ഈ കണ്ടത്. ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചുകൊണ്ട് വികൃതമാക്കിക്കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തെയാണ് അവർ പറയുന്നത്. എന്ന് പറയാനുള്ളത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യുന്നു. ഇവർക്ക് എന്താണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് എന്നത് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇവരുടെ മാനസിക നിലയാണ് വ്യക്തമാക്കുന്നത്. കാരണം എന്താണ് ഈ സംഘടന? ഇത് ഇപ്പൊ ഇവര് പറയുന്നു ഫാസിസത്തെ പ്രതിരോധിക്കാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ, ഹിന്ദുത്വയെ തടഞ്ഞു നിർത്താനൊക്കെ വേണ്ടി ഞങ്ങൾ നടത്തിയ വലിയൊരു പ്രതിരോധമാണെന്ന്. ഇത് ഈ ഫാസിസവും ഈ പറയുന്ന വർഗീയതയും ഈ ഹിന്ദുത്വം ഒക്കെ പറയുന്നതിന് മുൻപേ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഈ PFIയുടെ പൂർവ്വരൂപമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആദ്യം ആരംഭിക്കുന്നത്. സിമിയാണ്. സിമി ഉണ്ടാവുന്ന 1979-ലാണ്. 1979 ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന മൗലാന മൗദൂദിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി കൺവേർട്ട് ചെയ്യാൻ ആരംഭിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. ഈ 1979 സിമി ഉണ്ടാവുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ജനിച്ചിട്ടില്ല. അന്ന് പറയുന്ന ജനസംഘം പോലും ഇല്ല. അന്ന് ജനതാ അലയൻസിൽ ലയിച്ചിരിക്കുകയാണ്. BJP ഏതെങ്കിലും ഘട്ടത്തിൽ അധികാരത്തിന്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. ഈ പറയുന്ന ഹിന്ദുത്വനെ പറ്റിയിട്ടുള്ള വാദങ്ങളൊന്നും ഉയർന്നു തുടങ്ങിയിട്ടില്ല. ബാബറി മസ്ജിദ് ഡെമോളിഷൻ കഴിഞ്ഞിട്ടില്ല. ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടില്ല. ഇവർ ഈ പറയുന്ന ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ടോക്കിംഗ് പോയിന്റുകൾ ഒന്നും ഉത്ഭവിക്കുന്നതിന് മുൻപ് 1979 ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ, ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ജിഹാദ് പ്രഖ്യാപിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവര്. ഈ PFI ഈ സിമി പിന്നീട് PFI ആയി മാറുന്നത് മറ്റൊരു പശ്ചാത്തലത്തിലാണ്. ഈ 1980-കളുടെ ആ ഒരു സമയത്ത് കണ്ണൂരിലെ നാദാപുരം ഭാഗത്ത് CPIM മുസ്ലിം ലീഗും തമ്മിൽ നടന്നിരുന്ന സംഘർഷം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് മത സ്വഭാവത്തിലേക്ക്, വർഗീയ സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. അവിടെ CPM മുസ്ലിം ലീഗ് സംഘർഷം എന്നത് ഹിന്ദു മുസ്ലിം സംഘർഷമായി മാറിയിരുന്നു. ഈ സമയത്ത് CPIM-ൽ നിന്ന് ഹിന്ദു പാർട്ടിയായിട്ടുള്ള CPIM-ൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നാദാപുരം ഡിഫൻസ് ലീഗ് എന്ന പേരിലാണ്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഈ നാഷണൽ ഡെവലപ്മെന്റൽ ഫ്രണ്ട് ഒക്കെ പിന്നീട് സരോജ് കുമാർ എന്ന് പറയുന്ന പോലെ എടുത്ത് ചാർത്തിയ പേരാണ്. അന്നത്തെ അതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് നാദാപുരം ഡിഫൻസ് ഫ്രണ്ട് എന്നായിരുന്നു. പിന്നീട് ഈ 1979 ഉണ്ടാവുന്ന സിമി ഈ 1980-കളിൽ ഉണ്ടാവുന്ന NDF 1991-92 കാലഘട്ടങ്ങളിൽ ഈ പൂന്തുറ കലാപത്തിലൂടെ പ്രസിദ്ധമായിട്ടുള്ള അന്നത്തെ അബ്ദുൾ നാസർ മദനിയുടെ ഇസ്ലാമിക് സേവാ സംഘ് ISS, ഈ ISS-ഉമായി ചേർന്നിട്ടാണ് 1994 ആയപ്പോ എന്തായി മാറുന്നത്? ഈ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഭവമായി മാറുന്നു. 2000-ങ്ങൾക്ക് ശേഷം ഈ വാർ ഓൺ ടെറർ നടന്നല്ലോ. അമേരിക്കയിലുള്ള വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്കെതിരെ, ടെറർ നെറ്റ്വർക്കിനെതിരെ വാർ ഓൺ ടെറർ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക സംഘടനകൾ നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ 2001 ഇന്ത്യയിൽ സിമിയും നിരോധിക്കപ്പെട്ടു. സിമി നിരോധിക്കപ്പെട്ടപ്പോ സംഘടനയില്ലാതായിട്ടുള്ള ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്ത്യയെ ഇസ്ലാമൈസ് ചെയ്യാൻ വേണ്ടി നടന്നിരുന്ന സിമി സ്കോളർമാര്, ഇവർക്ക് സംഘടന ഇല്ലാണ്ടായി. ഇവരെന്ത് ചെയ്തു? ഇവര് NDF-നെ അങ്ങോട്ട് കയ്യേറുകയാണ് ചെയ്തത്.
NDF എന്ന് പറയുന്നത് 2003 നടന്നിട്ടുള്ള മാറാട് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ലീഗൽ സ്ക്രൂട്ടണിയും പലതരത്തിലുള്ള അറസ്റ്റും നടപടികളും ഒക്കെ കൊണ്ട് സംഘടനാപരമായി വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് സംഘടന ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള സെമി താത്വികന്മാര് NDF-ന്റെ കേഡർ ബേസിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ NDF എന്ന് പറയുന്ന സംഭവത്തെ PFI ആക്കി മാറ്റുന്നത്. സമാന സ്വഭാവമുള്ള ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നിരുന്ന സംഘടനകളുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടില് മനിത നീതി പസിറൈ എന്ന് പറയുന്ന MNP, അതേപോലെ തന്നെ കർണാടകയിൽ ഉണ്ടായിരുന്ന കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന KFD, ഇതേപോലെ ആസാമിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങളുണ്ട്. ഇത് ചേർത്തുകൊണ്ടാണ് ഇവർ ഈ എന്താ പറയാ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് 1980-കളിൽ ഇവർ NDF ഉണ്ടാക്കുന്ന സമയത്തും BJP അധികാരത്തിലിരിക്കുന്ന സമയമല്ല കേട്ടോ. ഈ പറയുന്ന 1994-ല് ഇവര് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന സമയത്തും BJP അധികാരത്തിൽ വന്നിട്ടില്ല. 1996-ല് മാത്രമാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ഒരു BJP സർക്കാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് BJP അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രത്യേകത സംബന്ധിച്ചിട്ടുള്ള വലിയ സംവാദങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വളരെ മുൻപേ തന്നെ ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കാൻ ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവര്. 2004-ലാണ് 2005 പീരിയഡിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടായി മാറുന്നത്. ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം എന്താണ്? ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് റാഡിക്കൽ ഇസ്ലാമിക് ഐഡിയോളജി ഇവിടുത്തെ യുവാക്കൾക്കിടയിൽ, മുസ്ലിം യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അവരെ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സോൾജേഴ്സ് ആക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. രാജ്യത്തിനെതിരെയുള്ള ഒരു ജിഹാദ് പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനമായിട്ട് ചെയ്യുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങൾ നോക്കുള്ളൂ. 2012-ൽ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട്. കേരള സർക്കാർ, ബിജെപിയുടെ സർക്കാർ അല്ല, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ആ അഫിഡവിറ്റിൽ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഈസ് നത്തിങ് ബട്ട് എ റീസറക്ഷൻ ഓഫ് ദ ബാൻഡ് SIMI എന്നാണ് പറയുന്നത്. ഒരിക്കൽ നമ്മൾ നിരോധിച്ചിട്ടുള്ള സിമിയുടെ മറ്റൊരു രൂപത്തിലുള്ള പ്രതിഫലനം മാത്രമാണ്. ഇവര് 2010-നും 2020-നും ഇടയ്ക്കുള്ള പീരിയഡിൽ മാത്രം ഏതാണ്ട് 47ഓളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇപ്പൊ പരിശോധിച്ചാൽ ഒരു പക്ഷേ ഇതൊക്കെ ഈ പറയുന്ന പോലെ ലിസ്റ്റ് ഉണ്ടാക്കി ചെയ്തായിരിക്കും. അന്ന് നമുക്കത് മനസ്സിലായിരുന്നില്ല. റാൻഡം പൊളിറ്റിക്കൽ സംഭവങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഹിന്ദുത്വ ഫോഴ്സസ് ഏറ്റവും വീക്കായിട്ടുള്ള, ഹിന്ദുത്വ ഫോഴ്സസിന് അധികാരമില്ലാത്ത സ്ഥലങ്ങളാണ് ഈ 4 സംസ്ഥാനം. ഈ 4 സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഏറ്റവും പ്രധാനമായിട്ടുള്ള വയലന്റ് ആക്ടിവിറ്റികളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിന്റെയൊക്കെ രത്ന ചുരുക്കം എന്താന്ന് പറയുന്നത്, ഞങ്ങൾ ഹിന്ദുത്വക്കെതിരാണ്, ഞങ്ങൾ സംഘപരിവാറിനെതിരാണ്, ഞങ്ങൾ BJPക്കെതിരാണെന്നൊക്കെ ഇവർ വെറുതെ പറയാണ്. ഇവരുടെ ചരിത്രം പരിശോധിച്ചാലോ, ഇവരുടെ പ്രയോഗാനുഭവം പരിശോധിച്ചാലോ, ഇവരുടെ ഹിസ്റ്ററി, നമ്മൾ ഇതുവരെയുള്ള ഇവരുടെ എന്താ പറയാ മുന്നിൽ വന്നിട്ടുള്ള വസ്തുതകൾ, ഫാക്ട്സ് പരിശോധിച്ചാലോ ഇവരുടെ ഫൈറ്റ് ഒരു കാലത്തും BJPക്കോ ഹിന്ദുത്വക്കോ എതിരായിരുന്നില്ല. അത് എല്ലാ കാലത്തും ഇന്ത്യ എന്ന് പറയുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് ഐഡിയക്ക് എതിരായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ആ രാഷ്ട്ര സങ്കല്പത്തിനെതിരായിരുന്നു. അതിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു റിഗ്രറ്റും ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ശാസ്ത്രം ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആളുകളാണിത്. ആ വിശ്വാസം എന്താണ്? തന്റേതല്ലാത്ത വിശ്വാസധാരയെ, തന്റേതല്ലാത്ത ദൈവസങ്കല്പത്തെയോ പിന്തുടർന്നവർ മുഴുവൻ പാപികളാണ്. അവർ മനുഷ്യരായി പരിഗണിക്കാൻ പോലും അർഹതയില്ലാത്ത ആളുകളാണ്. അവിശ്വാസികൾ എന്ന് പറയുന്നവർ ശിക്ഷ അർഹിക്കുന്നവരാണ്. അവരോട് എന്ത് ചെയ്താലും അത് യാതൊരു തെറ്റുമില്ല. തന്നെയല്ല, അവിശ്വാസികളെ കൊല ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. അതിൽ അവിശ്വാസിയെ ക്രൂരമായി കൊല ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പുണ്യമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിന് ഒരു സീറ്റ് റിസർവ്ഡ് ആണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പരലോക റിവാർഡ് കിട്ടുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയാണ് അവർ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാത്തത്. അതുകൊണ്ടാണ് ജോസഫ് മാഷിനെ കൈവെട്ടിയിട്ടുള്ള ആള് എന്താ പറയാ ശിക്ഷ വിധിക്കപ്പെട്ടതിന് ശേഷം ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. യാതൊരു കുറ്റബോധവും ഇല്ല. പ്രവാചകൻ മുഹമ്മദിനെ നിന്ദിച്ച ഒരാളുടെ കൈ വെട്ടി എന്ന് പറയുന്നത് എനിക്ക് സ്വർഗത്തിൽ എന്റെ ബർത്ത് റിസർവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഏറ്റവും പയസ്സായിട്ടുള്ള ഒരു റിലീജിയസ് ഒബ്ലിഗേഷനാണ് ഞാൻ നിർവഹിച്ചത് എന്ന തൃപ്തിയോട് കൂടിയിട്ടാണ്. അയാള് മാത്രമല്ല, അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സമൂഹം. നിങ്ങൾക്ക് അറിയാമല്ലോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതികളിൽ ഒരാള് ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ചിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. അയാൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ മനോനില എന്താണ്? അവരെല്ലാം ഇയാളെ ആ നിലയിലുള്ള ഒരു വീരനായിട്ടും ഒരു നായകനായിട്ടുമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഷാനിന്റെയോ അതോ സുബൈറിന്റെയോ മരണാനന്തര യാത്രയിലാണെന്ന് തോന്നുന്നു, അതിനെ മാധ്യമങ്ങൾ വിലാപയാത്ര എന്ന് വിളിച്ചപ്പോ ഇവരുടെ SDP-യുടെ ഒരു നേതാവ് പറഞ്ഞത് ഇതിനെ വിലാപയാത്ര എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്, ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഹ്ലാദ പ്രകടനമാണ്.
കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഷഹീദാവുകയാണ്. അതെ. ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് രക്തസാക്ഷി ആവുകയാണ്. രക്തസാക്ഷി ആയാലും, അതായത് ഒരു എന്താ പറയാ, അവിശ്വാസിയോട് ഏറ്റുമുട്ടി മരിക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഞങ്ങളുടെ സ്ഥാനം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ സൗധത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഓരോ ഈ വിശ്വാസിയുടെയും സ്വപ്നമാണ് ഇയാൾ സാക്ഷാത്കരിച്ചത്. അയാൾ സ്വർഗത്തിലേക്ക് പോകാന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ഡ്രീമാണ്. അത് നിർവഹിച്ചിട്ടുള്ള ഒരാളുടെ പ്രോപ്പർ യാത്രയപ്പ് ഞങ്ങൾ നടത്തുന്നവരെ നിങ്ങൾ വിലാപയാത്ര എന്ന് വിളിക്കരുത്, ഇത് ആഹ്ലാദ പ്രകടനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു, ഈ കേസിലെ പ്രതികളിൽ ആരും എന്താണ് നീദർ ഹിൻ ട്രേസ് ഓഫ് റിഗ്രറ്റ്, അവർക്ക് അങ്ങ് ഏതെങ്കിലും നിലയിലുള്ള ഒരു പശ്ചാത്താപത്തിന്റെ, ഒരു കുറ്റബോധത്തിന്റെ, ഒരു റിഗ്രറ്റിന്റെ എന്തെങ്കിലും ഒരു ലാഞ്ചനയോ സൂചനയോ പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിഗൂഢമായി അവരുടെ മനസ്സിൽ അവർ ചെയ്തത് കുറ്റമല്ല. അവർ ചെയ്തത് അവരെ പഠിപ്പിച്ചിട്ടുള്ള, അവരെ പരിശീലിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള മതദൗത്യമാണ്. അവിശ്വാസിയായിട്ടുള്ള ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു തെറ്റാവുന്ന പൊതുസമൂഹത്തിനാണ്. ഇവരുടെ ഈ സങ്കുചിത ലോകവീക്ഷണത്തിനുള്ളിൽ അത് പ്രത്യേകമായിട്ടുള്ള പദവികളും പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളും ഒക്കെ അർഹിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. അപ്പോ എന്താണ് നിങ്ങളുടെ ഈ ചെറിയ കോടതി, പക്ഷെ ഇനിയിപ്പോ ചിലപ്പോൾ അപ്പീൽ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മരണം കിട്ടുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആഹ്ലാദ പ്രകടനത്തിന് അർഹതയുള്ള ഒരു വലിയ വിക്ടറി ആയതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ മറ്റേ സത്യമേവ ജയതേ എന്നത് ആപ്തവാക്യമായി, ഉപനിഷത്ത് വാക്യമായിട്ടുള്ള സത്യമേവ ജയതേ ആപ്തവാക്യമായിട്ടുള്ള കോടതിയുടെ വ്യവഹാരം, അതേപോലെ തന്നെ ദൃഢകൃത്യ മൃദുഭാവേന അവിശ്വാസിയായിട്ടുള്ള ഒരു ജഡ്ജ്, ഇവര് നടപ്പാക്കിയിട്ടുള്ള ഈ ശിക്ഷയിലൂടെ കിട്ടുന്ന ഈ രക്തസാക്ഷിത്വം ചിലപ്പോ പ്രോപ്പർലി ക്വാളിഫൈങ് അല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കാൻ ചിലപ്പോൾ ഇവർ ശ്രമിച്ചേക്കാം, ചിലപ്പോൾ ഹൈക്കോടതിയിൽ പോയേക്കാം. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിഗൂഢമായിട്ട് ഇത് വലിയൊരു വിജയം തന്നെയായി കണക്കാക്കുന്ന, ഭാഗമായിട്ടും അവർ ചെയ്തത് വലിയൊരു പുണ്യമായിട്ടും ഒക്കെ കണക്കാക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഇത് 15 ആളുകളെ ശിക്ഷിക്കുന്നതുകൊണ്ട് മരിക്കാവുന്ന ഒരു കുറ്റമല്ല. ഇത് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഒരു ഇൻഡോക്ട്രിനേഷന്റെ പ്രശ്നമാണ്. ആ ആശയത്തെ തന്നെ ആ സമൂഹ മനസ്സിൽ നിന്ന് പിഴുതു കളയാതെ, ആ പറയുന്ന തെറ്റായിട്ടുള്ള പ്രത്യയ ശാസ്ത്രത്തെ അതിനെ ഐഡിയോളജിക്കലി എതിരിട്ട് തോൽപ്പിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ, മതത്തിന് വേണ്ടി ശംഖു പറഞ്ഞതുപോലെ മതത്തിന് വേണ്ടി ഷഹീദ് ആവണമെന്ന് അനുശാസിക്കുന്ന ഒരു ചിന്താധാരയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ, പക്ഷേ എങ്കിലും ഇവർക്കെല്ലാം ജീവനിൽ കൊതിയുണ്ടല്ലോ, സ്വാഭാവികമായും അപ്പീലിന് പോകും. ഇനി അറിയേണ്ടത് ഹൈക്കോടതി ഈ 15 പേരുടെയും വധശിക്ഷ അംഗീകരിക്കുമോ എന്നുള്ളതാണ്. എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ ഇവരുടെ മുന്നിൽ? ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതുവരെ മീഡിയയ്ക്ക് മുമ്പിലും അന്ന് ജഡ്ജി ശ്രീനിവാസൻ്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഒരു പിക്ചർ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും മീഡിയയുടെ മുമ്പിൽ നിന്നും അത് മറച്ചു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാം നിന്നിട്ടുള്ളത്. ഇനി എന്തായാലും കേസിലെ വിധി വന്ന സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്, പോലീസ് എന്താണ് കണ്ടെത്തിയത്? ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ചേർത്തലയിലെ നന്ദോകൃഷ്ണ എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ സംഭവത്തിൻ്റെ പ്രതിസ്ഥാനീയരായ അവർ ഉൾപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിലെ ആളുകൾ ഒരു റിട്ടാലിയേഷൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു റിട്ടാലിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് പകരം കൊല ചെയ്യേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം, അതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ ആ സമയത്ത് തന്നെ അവർ ആരംഭിച്ചു. ആ ലിസ്റ്റിൽ നിർഭാഗ്യവശാൽ 1ാം സ്ഥാനക്കാരനായി ചേർക്കപ്പെട്ടത് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെയാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ രഞ്ജിത് ശ്രീനിവാസൻ മാത്രമല്ല, ആ ലിസ്റ്റിൽ രഞ്ജിത് ശ്രീനിവാസന് ശേഷം മറ്റ് ധാരാളം പേരുണ്ട്. അവർ ആ ലിസ്റ്റിൽപ്പെട്ട ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ, ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് വീട്, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, ഈ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തരെയും കൊല ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചും അവർ നിശ്ചയിച്ചു. പിന്നെ ആകെ നിശ്ചയിക്കേണ്ടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്ന് കൊലപ്പെടുത്തണം. ആ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള തീയതിക്കായി അവർ കാത്തു നിൽക്കുന്ന സമയത്താണ് 2021 ഡിസംബർ 18-ാം തീയതി മറ്റൊരു അനിഷ്ട സംഭവം ആലപ്പുഴ നടക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് ആ മറ്റേ അനിഷ്ട സംഭവം നടന്നു എന്നുള്ളതിൽ ദുഃഖമുണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. പകരം അവർക്ക് ആഹ്ലാദമായിരുന്നു. കാരണം അവർ കണ്ടെത്തിയ, അവർ തയ്യാറാക്കി വെച്ച ലിസ്റ്റിലെ 1ാം പേരുകാരനെ കൊലപ്പെടുത്താനുള്ള സമയം സംജാതമായി എന്നുള്ള ആഹ്ലാദം. അപ്പോൾ ഉടൻ തന്നെ
ഏകദേശം ഈ 7:30-8 മണിയോടുകൂടിയാണ് ആദ്യത്തെ അനിഷ്ട സംഭവത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ, ഏകദേശം 8 മണിക്ക് തന്നെ എന്ന് പറയാം, മണ്ണഞ്ചേരി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നു. അതിനുശേഷം 8:30 രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു. ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർ എത്തുന്നു, രഞ്ജിത്ത് ശ്രീനിവാസൻ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം, ലിസ്റ്റിലെ 1ാം പേരുകാരനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം. അപ്പോൾ രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും രഞ്ജിത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് തൊട്ട് എതിർവശമുള്ള സത്രം, അവിടെയാണ് വക്കീലന്മാരുടെ ഓഫീസുകളെല്ലാം. അവിടെ അദ്ദേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടുന്ന 2 പേര് അവിടേക്ക് എത്തുന്നു. അവിടെ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ രഞ്ജിത്ത് അവിടെ കാണപ്പെടുന്നില്ല. രഞ്ജിത്ത് ആ ദിവസം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെട്ടിരുന്നു. ആ കുടുംബത്തോടൊപ്പം അനുശോചനം പങ്കുചേരാൻ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായി രഞ്ജിത്ത് അവിടെ പോയിരിക്കുകയായിരുന്നു. രഞ്ജിത്തിനെ അങ്ങനെ വക്കീൽ ഓഫീസിൽ കണ്ടെത്തിയില്ല എന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രതി കൂട്ടുപ്രതികളെ വിളിച്ചറിയിക്കുന്നു. ഇതിനെല്ലാം ടവർ ലൊക്കേഷനുകളും CDRകളും മൊബൈൽ കോൾ ഡീറ്റെയിൽസും ഉള്ളതാണ്. തിരിച്ച് വീണ്ടും എത്തുന്നു. എത്തിയതിന് ശേഷം വീണ്ടും ഗൂഢാലോചന നടക്കുന്നു. ഈ കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിൽ എത്ര പേരുണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനത്തിലേക്ക് അവിടെ എത്തുന്നു. അപ്പോൾ അതിൽ ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള 8 പേരും ആലപ്പുഴയിൽ നിന്നുമുള്ള 4 പേരും ഉൾപ്പെടുന്ന 12 അംഗ കില്ലർ സ്ക്വാഡിനെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി അവരെ തയ്യാറെടുക്കുന്നു. അപ്പോൾ അങ്ങനെ രാത്രി 1 മണിക്ക് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ മണ്ണഞ്ചേരിയിൽ നിന്നും 8 പേർ 4 ബൈക്കുകളായും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള 4 പേർ 2 ഇരുചക്ര വാഹനങ്ങളിലുമായി രഞ്ജിത്തിൻ്റെ വീടിൻ്റെ സമീപത്തെത്തുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ശക്തമായ പെട്രോളിംഗ് നടക്കുകയായതുകൊണ്ട് ഒരു പോലീസ് ജീപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഞ്ജിത്തിൻ്റെ വീടിന് സമീപമുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇത് തക്കതായ ഒരു സാഹചര്യമല്ല എന്ന് അറിഞ്ഞ് അവരെല്ലാവരും തിരികെ പോകുന്നു. അപ്പോൾ വീണ്ടും അവരുടെ മുമ്പിൽ അടുത്ത ഒരു ചോദ്യം ഉണ്ടാകുന്നു, അടുത്തത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തേണ്ടത്? അപ്പോൾ വീണ്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ടവരായ ആളുകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുന്നു. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നടത്തുന്നതിൽ ഒരാൾ മണ്ണഞ്ചേരിയിലുള്ള SDPIയുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഭർത്താവായ 14ാം പ്രതിയാണ്, ഈ കേസിലെ 14ാം പ്രതിയാണ്. അയാളാണ് ആലപ്പുഴയിലെ ഷാൻ കൊലക്കേസിൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് FIS ലോഡ് ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ അങ്ങനെ അയാളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നു. ആ ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെടേണ്ട സമയം രാവിലെ 6 മണിക്ക് ശേഷമാണെന്ന് നിശ്ചയിക്കുന്നു. അങ്ങനെ രാവിലെ 6 മണിക്ക് ശേഷം രഞ്ജിത്തിനെ കൊല ചെയ്യാനായി ഈ മണ്ണഞ്ചേരിയിൽ നിന്നും വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന 8 പേർ 4 വാഹനങ്ങളിലായും ആലപ്പുഴ ടൗണിൽ നിന്നുമുള്ള 4 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ 2 ഇരുചക്ര വാഹനങ്ങളിലുമായി ആലപ്പുഴ എത്തുന്നു. അവർ 2 കൂട്ടരും കൂടി ഒരുമിച്ച് ചേരുന്നു. അതിനുശേഷം രഞ്ജിത്തിൻ്റെ വീടിന് സമീപത്തുള്ള ഉദരൈസർ ഇടറോഡ് എന്ന് പറയുന്ന മാർഗത്തിൽ കൂടി ഒരു ട്രയൽ റൺ അവിടെ നടത്തുന്നു. 6 വാഹനങ്ങളിൽ 12 പേർ. അവിടെ പോലീസുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി, സാഹചര്യം വളരെ അവർക്ക് യോജിച്ചതാണെന്ന് മനസ്സിലാക്കി അവർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ആ റോഡിൽ എത്തിച്ചേരുന്നു. റോഡിൽ എത്തിച്ചേർന്ന് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് ഈ 12 പേർ വരികയാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ വീട്ടിലെ സാഹചര്യം ആ സമയത്തെ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഞ്ജിത്തിൻ്റെ അമ്മ പ്രായമുണ്ട്, 75 വയസ്സോളം അമ്മയ്ക്ക് ആ സമയത്തുണ്ട്. അമ്മ രാവിലെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി. ഏറ്റവും രസകരമായ സംഗതി, ഏറ്റവും ദുഃഖകരമായ സംഗതി, രഞ്ജിത്തിൻ്റെ പേരിൽ അവിടെ ക്ഷേത്രത്തിലെ ഒരു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ വരികയാണ്. തിരികെ വന്ന് ഗേറ്റിൽ ഉള്ള പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അമ്മ അകത്തേക്ക് വരുന്നു. ഈ സമയത്ത് തന്നെ രഞ്ജിത്തിന് 2 പെൺമക്കളാണുള്ളത്. അതിൽ മൂത്ത കുട്ടി ആ സമയത്ത് ട്യൂഷന് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു സൈക്കിളിൽ. അപ്പോൾ ആ കുട്ടിയെ യാത്രയാക്കാൻ വേണ്ടി രഞ്ജിത്തിൻ്റെ ഭാര്യ ശ്രീമതി ലിഷ രഞ്ജിത്ത് ഗേറ്റിലേക്ക് എത്തുന്നു. ആ കുട്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രഞ്ജിത്തിൻ്റെ ഭാര്യയും ഈ രഞ്ജിത്തിൻ്റെ അമ്മയും കൂടി തിരിച്ച് പുരയ്ക്കകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് വീടിൻ്റെ മുൻവശത്ത് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസ് വഴി രഞ്ജിത്തിൻ്റെ അമ്മ മുകളിലേക്ക് കയറാൻ തുനിയുന്നു. രഞ്ജിത്തിൻ്റെ ഭാര്യ മുൻവശത്തെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഡോറ് അടയ്ക്കുന്നു. ലോക്ക് ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതിനുശേഷം അടുക്കളയിലേക്ക് കയറുമ്പോൾ രഞ്ജിത്തിൻ്റെ വീടിൻ്റെ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് രഞ്ജിത്തിൻ്റെ വീടിന് ഫ്രണ്ട് വശത്ത് ഒരു വിസിറ്റിംഗ് റൂമാണ്, അതിനകത്ത് ഒരു ഡൈനിങ് റൂമാണ്. ഈ ഡൈനിങ് റൂമിലേക്കാണ് മറ്റു മുറികളുടെ എല്ലാം വാതിലുകൾ തുറക്കപ്പെടുന്നത്. അടുക്കള ഉൾപ്പെടെയുള്ള മുറികളുടെ എല്ലാം വാതിലുകൾ തുറക്കപ്പെടുന്നത് ഈ ഡൈനിങ് റൂമിലേക്കാണ്. അപ്പോൾ അങ്ങനെ ആ ഡൈനിങ് റൂമിലേക്ക് അവർ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 12 പേര്
ഈ തൊട്ട് മുമ്പിലത്തെ വഴിയിൽ തെക്കു നിന്ന് വടക്കോട്ട് വരുന്നത് ഈ അമ്മ കാണുകയാണ്. അപ്പോൾ അമ്മ അവരോടൊപ്പം എന്താണ് അവർ പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. ഗേറ്റ് തള്ളി തുറന്ന് നേരെ അകത്തോട്ട് കയറുന്നു. അതിന് മുമ്പിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ കൂടമാണ് ആയുധം. അവര് മുൻവശത്തെ വാതില് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുന്നു. അങ്ങനെ കയറുന്ന സമയത്ത് 12 പേരിൽ 8 പേർ അകത്തേക്ക് കയറുന്നു, 4 പേർ പുറത്തു നിൽക്കുന്നു. 4 പേരിൽ 3 പേര് മുൻവശത്തെ മുറ്റത്ത് നിൽക്കുന്നു, ഒരാൾ അടുക്കള ഭാഗത്ത് വെച്ച് നിൽക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ മാരകമായ വാളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണുള്ളത്. അപ്പോൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച 8 പേര്, അവരുടെ കൈവശം കൂടമുണ്ട്, 2 മഴുണ്ട്, ബാക്കിയുള്ളവരെല്ലാം വാളുകളാണുള്ളത്. അപ്പോൾ ഈ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്താണ് സംഗതി എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കപ്പായിൽ നിന്ന് വേണമെങ്കിൽ പറയാം, കിടപ്പ് മുറിയിൽ നിന്ന് രഞ്ജിത്ത് എഴുന്നേറ്റ് ഈ ഡൈനിങ് റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് ശബ്ദം കേട്ടുകൊണ്ട് ശ്രീമതി ലിഷ അടുക്കളയിൽ നിന്നും ഈ ഡൈനിങ് റൂമിലേക്ക് കയറുന്നു. മകൾ തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കയറുന്നു. അമ്മ ഇവരോടൊപ്പം ആ ഹാളിലേക്ക് കയറുന്നു. നേരെ ചെന്ന് കാണുമ്പോൾ ആദ്യമേ രഞ്ജിത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് സംഗതി എന്ന് പോലും ഒരു പക്ഷേ രഞ്ജിത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. 1-ാം പ്രതിയായ നൈസം അയാളുടെ കയ്യിലുണ്ടായിരുന്ന കൂടം കൊണ്ട് രഞ്ജിത്തിന്റെ തല അടിച്ച് തകർക്കുകയാണ്. വളരെ ഈ വേദിയിൽ അത് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അതിൻ്റെ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫുകൾ വളരെ 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 മാരകമായ മുറിവ്, കണ്ണുകൾ പോലും തെറിച്ചു പോകുന്ന തരത്തിൽ, തലയോട് പോലും പൊട്ടുന്ന തരത്തിലുള്ള അതിമാരകമായ ഒരടി. ആ അടിയേറ്റ് രഞ്ജിത്ത് താഴേക്ക് വീഴുന്നു. അതേസമയം തന്നെ 2ഉം 3ഉം പ്രതികൾ അവർ കൈവശം ഉണ്ടായിരുന്ന വാളുകൾ കൊണ്ട് രഞ്ജിത്തിനെ അതേ സമയത്ത് തന്നെ വെട്ടുകയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് പ്രതികൾ സാക്ഷിമൊഴികൾ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പ്രതികൾ കയറി ഇറങ്ങി വെട്ടി എന്നുള്ളതാണ്. അതായത് ഓരോരുത്തരും കോടതിയിൽ സാക്ഷികളുടെ മൊഴികളുടെയൊക്കെ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ പക തീർക്കുന്നത് പോലെ കയറി ഇറങ്ങി വെട്ടി 46 തവണയാണ് രഞ്ജിത്തിനെ അതിനകത്തിട്ട് വെട്ടുന്നത്. ബ്ലഡ് ആ മുറി നിറയെ ബ്ലഡ് ആകുന്നു. രഞ്ജിത്തിന്റെ തലയോട്ടിയുടെ കഷണങ്ങൾ പോലും ആ മുറിക്കകത്ത്, സ്വീകരണ മുറിക്കകത്ത് തെറിച്ച് വീഴപ്പെടുന്നു, പല്ലുകൾ തെറിച്ച് വീഴപ്പെടുന്നു. ബ്ലഡ് ആ ഡൈനിങ് റൂമിന്റെ അകത്തെ റൂഫേൽ വരെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തരത്തിൽ ഒരാളെ പൈശാചികമായിട്ടോ ബീഭത്സമായിട്ടോ കൊല ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൊലക്കേസുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളും ഒക്കെ ഞാൻ കണ്ടു, ഞാൻ നടത്തുന്ന കേസുകൾ ഞാൻ കണ്ടു. പക്ഷെ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കൊലപാതക ചിത്രം ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് ആ കൊലപാതകം നടത്തുന്ന ആരുടെ മുമ്പിൽ വെച്ചാണ്? സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച്, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച്, ഇളയ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഇങ്ങനെ കൊലപാതകം നടത്തുന്ന സമയത്ത് അമ്മ എൻ്റെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാലേ വീഴുന്നുണ്ട്. കാലേ വീണുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് ആ അമ്മയുടെ പുറത്ത് പോലും വാളുകൊണ്ട് മുറിവേൽപ്പിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ ഭാര്യയെ കൈകൊണ്ട് പിടിച്ചെറിയുകയാണ്. അപ്പോൾ ഈ സംഗതികളെല്ലാം നടത്തിയതിന് ശേഷം 2 മിനിറ്റിൽ താഴെ സമയം കൊണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഹൈക്കോടതി പോകുമ്പോൾ ഈ കേസ് വിട്ടുപോകുന്നു ചോദിച്ചില്ലേ, രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നിന്ന് കിട്ടിയ കൈവിരലടയാളം ഈ കേസിലെ 1-ാം പ്രതിയുടേതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മണ്ണഞ്ചേരിയിൽ താമസിക്കുന്ന നൈസാം എന്ന് പറയുന്ന ആളുടെ കൈവിരലടയാളം രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിളിന്റെ പുറത്തു നിന്ന് കണ്ടെത്തി എന്ന് വരുമ്പോൾ ആ കൈവിരലടയാളം അന്ന് രാവിലെ തന്നെ സീൻ മാസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് അവിടെ നിന്ന് അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫിംഗർ പ്രിന്റ് ഇതിൽ ഈ കേസിലെ 1-ാം പ്രതിയുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷനുകളിലെ അവരുടെ ലൊക്കേഷനുകൾ ആ സ്ഥലത്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. കൊലപാതകത്തിന് മുമ്പും കൊലപാതകത്തിന് ശേഷവും ഇവർ പരസ്പരം സംസാരിക്കുന്ന ടവർ ലൊക്കേഷനുകൾ അവിടെയാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനുശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേസിനകത്ത് ഇവര് ഹൈക്കോടതി അല്ല സുപ്രീം കോടതി പോയാൽ വെറുതെ വിടാൻ സാധിക്കുമോ? ശക്തമായ തെളിവുകളല്ലേ? ആ കുട്ടിയുടെ മൊഴി, ആ കൊച്ചു കുഞ്ഞ് രഞ്ജിത്തിന്റെ മകൾ, ആ കുട്ടിയെ എത്രയോ നിശ്ചിതമായ രീതിയിലുള്ള ക്രോസ് വിസ്താരം ഈ കേസിനകത്ത് പ്രതിഭാവം വക്കീലന്മാർ നടത്തി. എന്തെങ്കിലും ലഭ്യമായോ? ശ്രീമതി ലിഷ രഞ്ജിത്തിനെ അതിനിശ്ചിതമായ ക്രോസ് വിസ്താരം നടത്തി, ദിവസങ്ങളോളം അടുത്ത് ക്രോസ് വിസ്താരം നടത്തി, ഒരു പോയിന്റ് പോലും കിട്ടിയില്ല. ഒരു അഭിമാനത്തോടെ തന്നെ പറയട്ടെ, എനിക്ക് റീ എക്സാമിനേഷൻ ഒരു ചോദ്യം പോലും ചോദിക്കേണ്ടി വന്നില്ല. സാധാരണഗതിയിലെ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്ന സമയത്ത് ഞാൻ ഡിഫൻസും പ്രോസിക്യൂഷൻ നടത്താറുണ്ട് പല കേസുകൾക്കകത്തും. അപ്പോൾ പ്രോസിക്യൂഷൻ നടത്തുന്ന കേസിനകത്ത് പ്രോസിക്യൂഷൻ സാക്ഷി പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമ്പോൾ, അതായത് ഡിഫൻസ് വക്കീൽ ക്രോസ് ചെയ്യുന്ന സമയത്ത്
എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളോ അല്ലെങ്കിൽ ചില മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആൻസറുകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് പലപ്പോഴും റീ എക്സാമിനേഷൻ നടത്തേണ്ടി വരുന്നത്. പക്ഷേ ഈ കേസിനകത്ത് എൻ്റെ സാക്ഷികളെ എനിക്ക് റീവ്യൂ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അവരുടെ മൊഴികൾ അത്രത്തോളം ശക്തമാണ്, അത്രത്തോളം സുതാര്യമാണ്, അത്രത്തോളം വ്യക്തമാണ്. അങ്ങനെ സാക്ഷിമൊഴികൾ കൊടുത്തിട്ടുള്ള ഒരു കേസിനകത്ത് ബഹുമാനപ്പെട്ട ട്രയൽ കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു അത്ഭുതമില്ല. എനിക്ക് ഈ വിധിയിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി മാറുമെന്നുള്ള തരത്തിൽ തന്നെയാണ് കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിമിഷം മുതൽ ഞാൻ കോടതിയിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഉപോത്ബലമായ പല കാരണങ്ങളും ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. സീൻ മകസറും ഇൻക്വസ്റ്റുകളും എല്ലാം ഞാൻ ആ ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. മറ്റൊരു സംഗതി കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേസിലെ ഒന്നാം പ്രതി നൈസാമിൻ്റെ വീട്ടിൽ പോലീസ് ഒരു റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ കണ്ടെത്തിയത് ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല ചെയ്യാൻ ഉപയോഗിച്ചതുപോലെയുള്ള ഹാമർ വേറെയും ഇരിപ്പുണ്ട്. അയാൾ ഈ പറയുന്ന പോലെ ഹാമറുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല, ചുമട്ടുതൊഴിലാളിയാണെന്നാണ് അയാൾ പറയപ്പെടുന്നത്. പക്ഷെ അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് ഇതുപോലത്തുള്ള ഹാമറുകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റാർക്കൊക്കെയോ വേണ്ടി ഉണ്ടാക്കിയ ഹാമറുകൾ അവിടെ ഇരിപ്പുണ്ട്. മറ്റാരെയൊക്കെയോ കൊല ചെയ്യാൻ വേണ്ടി വീണ്ടും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയുള്ള പ്രതികൾക്ക് വധശിക്ഷയല്ലാതെ വേറെ എന്താണ് ഇന്ത്യയിലെ നീതിന്യായ കോടതിയിൽ നൽകേണ്ടത്? അത് കൊടുത്തില്ലെങ്കിൽ ഈ നീതിന്യായ കോടതികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? സമൂഹത്തിലേക്ക് കോടതികൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്തമാണ് കോടതികൾ പാലിച്ചിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പീലുകൾ പോയാലും റഫറൻസുകൾ പോയാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഈ വിധിയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യെസ്, വളരെ കൃത്യമായിട്ട് താങ്കൾ അവതരിപ്പിച്ചു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഇതുവരെയായും അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ. അഡ്വക്കേറ്റ് പരതെ, 1 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, പക്ഷേ താങ്കൾ മറുപടി പറഞ്ഞില്ല. ഈ മനോരോഗികൾക്ക് വേണ്ടിയും മനുഷ്യാവകാശവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരുമോ? നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മയെ കൊന്നു ആൾക്കാരുണ്ടാകും. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പ്രോസിക്യൂട്ടർക്കും ഈ രഞ്ജിത്തിന്റെ ഭാര്യയ്ക്കെതിരെ ഭീഷണി ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് തന്നെ അന്വേഷിക്കണം. ഇങ്ങനെ ആരെയും ഒരു കൊലപാതക കേസിലും പ്രതികളൊന്നും രക്ഷപ്പെടാൻ പാടില്ല. ഇത് പിന്നെ ജോർജ് ജോസഫ് സാർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യത്വം. വ്യാപാരമായ ഹനനമാം മനവേടനുണ്ടോ, വ്യാപനമായത് കഴുകനെന്നും കബോധം. എവിടെയായാലും അവർ ശിക്ഷിക്കപ്പെടണം. ബഹുമാനപ്പെട്ട ജഡ്ജിയും അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇതിന് തൊട്ടു മുമ്പ് നടന്ന ഷാൻ കേസിലും ഇതുപോലെ തന്നെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കൊലപാതകവും മറ്റൊന്നിനെ ഒരു കാരണവശാലും പ്രതിവിധിയാകുന്നില്ല. പ്രതികളെല്ലാവരും രാഷ്ട്രീയത്തിന്റെ പേരിൽ. ശ്രീ ജോർജ് ജോസഫ്. അതെ, ഞാനും അത് തന്നെയാണ്. ഷാൻ്റെ കൊലപാതകമാണെങ്കിലും ഞാൻ അത് കഴിഞ്ഞ 2-3 ചാനൽ ചർച്ചയിൽ അത് പറയുകയും ചെയ്തു. നമുക്ക് മനുഷ്യനെ ഇതുപോലെ നിഷ്ഠൂരമായി എന്ത് കാരണവശാലും ശരി കൊലപ്പെടുത്താൻ പാടില്ല. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ മുതലേ ഇതിൻ്റെ പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാക്കിയപ്പം പോലും ഞാൻ പറഞ്ഞു ഇത് ഹൈക്കോടതി പോയാലൊന്നും രക്ഷപ്പെടില്ല. കാരണം ആ പ്രോസിക്യൂട്ടർ ഇപ്പം കൃത്യമായ ആ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മയുടെ ഭാര്യയുടെ ആ കൊച്ചുങ്ങളുടെ മൊഴി എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല. ഫിംഗർ പ്രിൻറ്റും അവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ A1-ൻ്റെ? ഇത് മതി, ധാരാളം. ക്യാപിറ്റൽ പണിഷ് കൊണ്ട് തന്നെ പോകും. ഓക്കെ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അന്വേഷിച്ച DYSP NR ജയരാജ്, അദ്ദേഹത്തിൻ്റെ സംഘത്തിലെ അംഗങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയ G ജയദേവ് ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ, അദ്ദേഹത്തിൻ്റെ ടീമിലെ അംഗങ്ങൾ എന്നിവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇസ്ലാമിക തീവ്രവാദികളോടും അവർക്ക് കുടപിടിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ: മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നതും മറ്റൊന്നാവില്ല. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.